ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള കസ്റ്റാർഡുകൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ. ഒന്നുകിൽ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് ഉണ്ടാക്കും കസ്റ്റാർഡ്, അല്ലെങ്കിൽ കോൺഫ്ലവർ വെച്ചിട്ട്, അതുപോലെ നമ്മൾ മുന്നേ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ടുണ്ടാക്കാം. അങ്ങനെ പലതരത്തിലുള്ള കസ്റ്റാർഡുകളും നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കസ്റ്റാർഡാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് റാഗിയാണ്. അപ്പോൾ ഇതിന് പല പേരിലും പറയൂ കേട്ടോ. ഞങ്ങളിവിടെ ചൊളാണ്ടി എന്നാണ് കേട്ടോ സാധാരണയായിട്ട് പറയാറുള്ളത്. റാഗി എന്ന് പറയും, ചൊളാണ്ടി എന്ന് പറയും, അതുപോലെ പഞ്ഞപ്പുല്ല് എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. പിന്നെ വേറെ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എന്താ പറയുക എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഏത് പേരിലായാലും ഇത് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അല്ലേ. അപ്പോൾ അതാ ഞാനിവിടെ 1/2 കപ്പ് റാഗി ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് വെക്കാം. ഞാനിതൊന്ന് കുതിർത്താനായിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. നന്നായിട്ട് കുതിർന്ന് കിട്ടണം ഇത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കാം. ഒരു 3-4 മണിക്കൂർ എന്തായാലും ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ റാഗി ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ആദ്യം കഴുകി വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം, അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് കുതിർത്തിട്ട് ഇതുപോലെ അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ കിട്ടും കേട്ടോ. ആ തൊലി മാത്രമേ കളയേണ്ട ആവശ്യം വരുള്ളൂ. ഇനി ഇതിലേക്ക് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇത്രയും വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്കൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചുഴറ്റിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം മിക്സിയുടെ ജാറിലൊക്കെ നന്നായിട്ട് തന്നെ ഇതിൻ്റെ പൊടികളുണ്ടാവും. ഇനി ഇത് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ചൊരു വെള്ള കളർ കാണുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരിച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതിലുള്ള പൊടികളൊക്കെ കിട്ടും. ഇപ്പോൾ കണ്ടോ, നല്ല ഈ ബ്രൗൺ കളറിലുള്ള തൊലി മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ സംഭവങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെയുള്ള ചെറിയ അരിപ്പയിലൂടെ ഒന്നും കൂടെ അരിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മളിവിടെ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. പിന്നെ 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിത് തിളപ്പിച്ചെടുത്തിട്ട് മധുരം വേണമെങ്കിൽ ആ ഒരു സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് സ്റ്റൗ എത്തിച്ചിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ട് തിളപ്പിച്ചെടുക്കണം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക. ഇനി ഞാനിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ തിളക്കാറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് കുറുകി വരണ്ട കേട്ടോ, കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടും. അപ്പോൾ കുറച്ചൊരു ലൂസിൽ തന്നെ ഇരുന്നോട്ടെ. ഇനി കൂടുതൽ തിക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാലൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക ഈ ഒരു സമയത്ത് തന്നെ. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് കസ്റ്റാർഡ് ആക്കുന്നില്ല. അപ്പോൾ കുറച്ച് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഫ്രൂട്ട് സലാഡ് ആക്കാനുള്ള റാഗിയുടെ കുറുക്ക് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബദാമിൻ്റെ മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും, പിന്നെ നല്ലൊരു യെല്ലോ കളറും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഫ്ലേവർ വാനിലയുടെ ഫ്ലേവർ വാനില എസൻസ് ആണ് ഒഴിച്ച് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാറി വരട്ടെ. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. മധുരം കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചൂടുള്ള സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ പഞ്ചസാര പെട്ടെന്ന് തന്നെ ഉരുകിക്കോളും.
അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് തന്നെ മധുരമുണ്ട്. പിന്നെ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തല്ലോ, അപ്പോൾ പിന്നെ മധുരം കൂടുതൽ വേണ്ട. ഇനി ഇതൊന്നും കൂടി ചൂടാറി വരട്ടെ. എന്നിട്ട് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രൂട്ട്സൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴം, ആപ്പിള്, മുന്തിരി, അതുപോലെ ഉറുമാമ്പഴം ഒക്കെയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നട്ട്സൊക്കെ വേണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ റാഗി കസ്റ്റാർഡ് ഇവിടെ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. എത്രയാണോ ഫ്രൂട്ട്സ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റാഗി ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റാഗി ഒന്നും കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടമാവും. കൂടാതെ ഫ്രൂട്ട്സും ഈ ഒരു ചൂട് കാലത്ത് ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കഴിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ അതും കൂടെ അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്